പ്രിയപ്പെട്ടവരെ, ഇന്ന് മീലാദാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് 1ാം ക്ലാസ്സിലേക്ക് കയറാൻ പോവാണ്. ഉദവി സിസ്റ്റത്തിലെ നൂറുദ ഇസ്ലാമിക് അക്കാദമിയിലെ 1ാം ക്ലാസ്സിലേക്ക് കയറാൻ പോവാണ്. എന്നിട്ട് ഞാൻ മീലാദുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കും. ചെറിയ മക്കളാണ്, ചെറിയ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അപ്പോൾ അതിന് കൃത്യമായി ആൻസർ പറയുന്ന ആളുകൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതവർക്ക് നൽകും. നൽകാൻ എല്ലാവർക്കും നൽകും കേട്ടോ. എന്നിരുന്നാലും ആൻസർ നൽകിയ ആളുകൾക്ക് നൽകിക്കൊണ്ട് എല്ലാവർക്കും ഞാനിത് വിതരണം ചെയ്യും, ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ മക്കളെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ്. അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ റാലിയൊക്കെ പോയി അല്ലെ, റാലിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളടുത്ത് കുറച്ച് നബിത്തങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. അതായത് നബിത്തങ്ങളുമായി റിലേറ്റ് ചെയ്യപ്പെടുന്ന ചില ചോദ്യങ്ങൾ. അപ്പൊ അതിന് ആൻസർ പറയുന്ന ആളുകൾക്ക് ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം തരും. ആദ്യത്തെ ചോദ്യം, ഇന്ന് നമ്മൾ ആഘോഷിച്ച ഈദ് മീലാദ് എത്രാമത്തേതായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ചോദ്യം അസ്ഫറിന്റെ അടുത്തേക്ക് പോവാം. ഇന്ന് നമ്മൾ ആഘോഷിച്ച ഈദ് മീലാദ് എത്രാമത്തേതായിരുന്നു? 1500 എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ? കൊണ്ട് എനിക്ക് ആദ്യത്തെ സമ്മാനം നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനപ്പേരെന്താണ് എന്നുള്ളതാണ്. നമുക്ക് ഈ ചോദ്യം ഇഹാബിന്റെ അടുത്തേക്ക് പോവാം. ഇഹാബിന്റെ ആൻസർ അറിയോ? എന്താണ് ആൻസർ? അൽ അമീൻ. അൽ അമീൻ എന്നാണ് ആൻസർ പറഞ്ഞത്. കറക്റ്റ് ആണോ? അപ്പൊ നീയും സമ്മാനത്തിന് അർഹനായിട്ട്. അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞതിന്റെ പേരിൽ ഇഹാബിനിക്കും നമ്മൾ സമ്മാനം കൊടുക്കുകയാണ്. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വട്ടം ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വട്ടം ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന്. ഉംറല്ല, ഹജ്ജ്. എത്ര വട്ടം ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചോദ്യം നമുക്ക് നേരെ ഫവാസിന്റെ അടുത്ത് പോവാം. 1 കറക്റ്റ് ആണോ ആൻസർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1 വട്ടമാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫവാസിനിക്കും നമ്മൾ എന്ത് ചെയ്യാണ്? സമ്മാനം കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ചോദിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടാത്ത ആളുകൾക്ക് എന്താക്കാനില്ല, ബേജാറാക്കാനില്ല. എല്ലാവർക്കും സമ്മാനം തരാൻ പോട്ടാ. നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് നന്നായി എല്ലാവരും പഠിക്കണം കേട്ടാ.